ഞാൻ ജിൻഡോയ്ക്ക് മാത്രമായിട്ട് ഒരു ഹിഡൻ ടാസ്ക് തരുവാണ്. ഇപ്പൊ ഈ റൂമില് സാബുവേട്ടനല്ലാതെ വേറെ ആരും കേറരുത്, ആരെയും കേറാൻ അനുവദിക്കരുത്. പക്ഷെ അതിന് വയലൻസോ മോശമായ ഒരു വാക്കോ ജിൻഡോ ഉപയോഗിക്കാൻ പാടില്ല. പലരും ഇത് കട്ടെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മാഡം. ആ പ്ലാനിൽ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പിന്മാറി. പിന്നെ തെറി പറയുന്ന കാര്യം അത് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ നിർത്തിയ ഒരു കാര്യമാണ്. പിന്മാറിയെന്ന് ജിൻഡോ അവരോട് പറയരുത്. അവരുടെ പ്ലാനിൽ ജിൻഡോ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ഒരു ടാസ്ക് സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. ജിൻഡോയുടെ മൈൻഡിൽ തന്നെ വെച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് ശ്വേതയും ജിൻഡോയും കൈ കൊടുത്ത് പിരിയുന്നുണ്ട്. ശ്വേത ഇങ്ങനെ ഒരു ദൗത്യം ജിൻഡോയെ ഏൽപ്പിച്ചിട്ട് ജിൻഡോ തന്നെ ഇത് കട്ടെടുക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. അതോ ഇനി ജിൻഡോ ഇത് കട്ടെടുക്കാൻ വേണ്ടിയാണോ ശ്വേത ഇങ്ങനെ ഒരു ദൗത്യം പുള്ളിയെ ഏൽപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഓൾറെഡി സാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്വേതയോട്, സ്ട്രോങ് ആയിട്ടുള്ളവരെ വേണം മൂന്നാമത്തെ ചാലഞ്ചിന് വിടാൻ എന്നുള്ളൊരു കാര്യം. പിന്നെ ജിൻഡോയുടെ ടീമിനെ അനുകൂലിക്കുന്ന നിലപാടും ഉണ്ടായിരുന്നു സാബുവിന്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു ഹിഡൻ ടാസ്ക് ശ്വേത ജിൻഡോയെ തന്നെ ഏൽപ്പിച്ചത്. അല്ലാതെ അവിടെ വേറെ എത്ര പേരുണ്ട്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാമായിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത്. പക്ഷെ അത്രയ്ക്ക് വിശ്വസിച്ച് ശ്വേത ഏൽപ്പിച്ചൊരു ടാസ്ക് ആണ് ഇത്. ജിൻഡോ അത് സംരക്ഷിക്കുമോ അതോ കട്ടെടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഗെയിമിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ്, നമുക്ക് കണ്ടു തന്നെ അറിയാം ആ ഒരു കാര്യങ്ങളൊക്കെ. ഇപ്പം ലൈവിൽ ഒരു വമ്പൻ ഫൈറ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ജാസ്മിനും നോറയും ഒക്കെ തമ്മിൽ. അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.